എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വേദയും വിക്രം കൂടെ അങ്ങനെ ആ പട്ടയമേള സദസ്സിൽ വെച്ച് രണ്ടുപേരും പരസ്പരം മാലയിടുവാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവിടെ ശ്രീജല്ല നന്ദിനി ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ കാഴ്ച കണ്ടപ്പം. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ. നന്ദിനിയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്ന, പക്ഷെ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് വേദ എങ്ങോട്ടേക്ക് വന്ന് ഇരിക്കുവാണ്. അങ്ങനെ അതിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അവസാനം വേദയും കൊണ്ട് വിക്രം വീട്ടിലേക്ക് വരുവാണ്. വേദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആ സമയം വിക്രം പറഞ്ഞു, അതെ ശ്രീനി സാറ് പറഞ്ഞുകൊണ്ട് മാത്രം നീ അത് മനസ്സിലിടേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങടെ അപ്പോഴേ മായച്ചു കളഞ്ഞേക്കാൻ പറയണം. ഇത് കേട്ടെന്ന് വേദ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ, അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. എന്റെ ഭർത്താവാ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി ആർത്തിന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അതെ താലി ചാർത്തിയത് അപ്പോഴത്തെ ആ ഒരു ഇതില്, പക്ഷെങ്കിൽ ഇപ്പം മാല ഇട്ടത് ശ്രീനി സാറ് പറഞ്ഞോണ്ട് എന്നും പറഞ്ഞോണ്ട് നീ എന്റെ ഭാര്യ ഒന്നും ആവുന്നില്ലെന്ന് പറയും. പിന്നെ ആൾക്കാരുടെ എല്ലാം മുന്നിൽ വെച്ച് നിങ്ങളെ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനി ഇപ്പൊ ഭാര്യയല്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിക്രം എന്ന് പറയണം. തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു വേദയ്ക്കുണ്ടായിരുന്നത്. കാരണം വിക്രത്തിനെ വരുതിയിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയത്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ മുഖം വീർപ്പിച്ച് നന്ദിനി ഇരിക്കുന്നുണ്ടായിരുന്നു. നന്ദിനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത്. കാരണം വിക്രവും വേദയും കൂടെ ഒരുമിച്ച് വന്ന് ബൈക്കിന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് വിക്രം അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ അടുത്തേക്ക് നന്ദിനി എത്തുവാണ്. നന്ദിനി എത്തിച്ചു, അല്ല സത്യം പറ വേദ, നീയും അവനും കൊണ്ട് ഒത്തുചേർന്നിട്ടുള്ള പരിപാടിയായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ മനഃപൂർവ്വം കാട്ടിക്കൂട്ടിയതാണോ ഇതൊക്കെ? നിങ്ങൾ രണ്ടും പ്രണയവിവാഹമായിരുന്നു എന്ന് ചോദിക്കാം. ഇത് കേട്ടോ വേദ ചോദിച്ചു, അല്ല നന്ദിനി ചേച്ചിക്ക് എന്താ ഒരു സംശയം? എനിക്ക് അവിടുത്തെ പരിപാടിയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയെന്ന് പറയണം. സംശയമുണ്ടോ? സംശയത്തിന്റെ ഒരു കാര്യമില്ലെന്ന് പറയണം. അതെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാന്ന് പറഞ്ഞിട്ട് വേദ നേരെ മുറിയിലേക്ക് കയറി പോവാണ്. വേദ മുറിയിലേക്ക് കയറി പോകുമ്പോഴത്തേനും ഒരു സംശയത്തോടെ നന്ദിനി ഇരിക്കുകയാണ്. ഇവിടെ ഇത്ര ഇതായിട്ട് തന്നെ മുറിയിലേക്ക് കയറി പോണേ? ഇത്രയും കാലം ഹാളിലായിരുന്നു, പിന്നെ ഇപ്പോഴെന്തിനും മുറിയിലേക്ക് കയറി പോകുന്ന ഒരു ചിന്തയായിരുന്നു. വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി താൻ വിക്രം വിളിച്ച് തിരികെ വരുവാണെങ്കിൽ ഞാന് എല്ലാ പദവിയോടും കൂട്ടായിരിക്കും ഇവിടെ വിക്രത്തിന്റെ ഭാര്യയായിട്ട്, ഈ കുടുംബത്തിന്റെ മരുമകളായിട്ടായിരിക്കും ഇവിടെ കഴിയാൻ പോണേ എന്നും പറഞ്ഞിട്ടായിരുന്നു വേദ പോയത്. വേദ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി താൻ ഹാളിൽ കിടക്കേണ്ട കാര്യമില്ല, താൻ വിക്രത്തിന്റെ മുറിയിലാണ് കിടക്കണ്ടേ. പിന്നീട് വിക്രത്തിന്റെ മുറിയിലേക്ക് വന്നപ്പോ വിക്രം ചോദിച്ചു, നീ എന്തിനാ മുറിയിലേക്ക് കയറി വന്നെന്ന് ചോദിക്കാം. പിന്നെ ഞാൻ എങ്ങോട്ട് പോകണം? എന്റെ ഭർത്താവിന്റെ മുറിയിലല്ലേ ഞാൻ കഴിയേണ്ടത് ചോദിക്കും. ഭർത്താവ് മിണ്ടാതെ പൊക്കോണെന്ന് പറയണ. അതെ കൂടുതലൊന്നും പേടിപ്പിക്കാൻ വരണ്ട, അതെ എല്ലാരും എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചാൽ മതിയാവണമെന്ന് പറയാം. പിന്നെ ഒരു ഭാര്യ വന്നിരിക്കുന്നു, എന്തായാലും സംശയം ഉണ്ടോന്ന് ചോദിക്കണം. ഇനിയിപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഞാൻ പോകാൻ പോകുന്നില്ല. ഞാൻ വീട്ടിൽ പോയതാ, നിങ്ങൾ എന്നെ തിരികെ കൂട്ടിക്കൊണ്ട് വന്നേ. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോനെന്ന് ചോദിക്കാം. ഇതേ ഒരു കാര്യം പറഞ്ഞാൽ വേതാളവേ, നിന്നെ വെറുതെ അല്ല വേതാളെന്ന് ഞാൻ വിളിക്കണത്, നിന്റെ കഴിവുണ്ടാന്ന് പറയണം. പിന്നീട് വേദ പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും നന്ദിനി ഇവിടെ സംശയിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നന്ദിനി എന്നിട്ട് ചോദിച്ചു, എന്തായിരുന്നു നീ മുറിയിലോ? അയ്യോ അതെങ്ങനെ ഞാൻ നന്ദിനിയോട് പറയണമെന്ന് നിൽക്കാം. എന്താ കാര്യം? വല്ലാത്ത ടെൻഷനായി പോയി നന്ദിനിക്ക്. അത് പിന്നെ വിക്രത്തിന് ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ, നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നുള്ളൂ, പക്ഷെ ആളങ്ങനെയൊന്നും അല്ല, ഭയങ്കര റൊമാൻറ്റിക്കാന്ന് പറയാം. നന്ദിനിയൊന്നും വട്ടുപിടിപ്പിക്കാൻ വേണ്ടിട്ടാ വേദ അങ്ങനെ പറയണേ. സത്യമാണ് നീ പറയണേ? അതെയോന്നോ? ദേ ഇപ്പൊ തന്നെയാണെങ്കിലും ഞാൻ ആ മുറിയിലേക്ക് കയറി ചെന്നു. മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഒരു നോട്ടമായിരുന്നു. എനിക്കാണ് വല്ലാത്തൊരു പതർച്ചയൊക്കെ തോന്നി. എങ്ങനെ തോന്നാതിരിക്കും നന്ദിയുടെ അടുത്തി? ഒന്നുമല്ലേലും ഒരു പെണ്ണല്ലേ ഞാന്. അന്നിട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തായെന്നറിയാവോ, എന്നെ ഇങ്ങനെ കയറി എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു കൈ കൊണ്ട് എന്നെ അങ്ങോട്ട് ചുറ്റി പിടിച്ചു. ഞാൻ ആകെപ്പാടെ ഒരു വിമ്മിഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയണം. ഭയങ്കര റൊമാൻറ്റിക് മൂടി വേദ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേനും നന്ദിനി ഞെട്ടിപ്പോയി. സത്യം പറ, അങ്ങനെയൊക്കെ സംഭവിച്ചാണെന്ന് നോക്കിയാ. ഞാൻ പറഞ്ഞിട്ട് എന്റെ വിശ്വാസം വരുന്നില്ലേ? അന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രീജനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അരവട്ടം ചുറ്റി അങ്ങോട്ട് പിടിക്കുകയാണ്. ശ്രീജയല്ല നന്ദിനി ഒരു നിമിഷം ഞെട്ടിപ്പോയി. വേദ വേണ്ട ഏട്ടാന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. കണ്ടില്ലേ, നന്ദിനിയടുത്തേക്ക് പോലും ഇപ്പൊ ഫീലിങ്സ് ഉണ്ടായില്ലേ? ഇതുപോലെ തന്നെ എനിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ഞാൻ ഒരു വിധത്തിൽ ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേന്നൊക്കെ പറയാം. ദൈവമേ ഇതെന്തൊക്കെയാ കേൾക്കണേ? വിക്രം ഇങ്ങനത്തെ ഒരുത്തനാണോ? ഇത്രയും ദിവസം വരെ അവന് ഇവിടെ മൈൻഡ് ചെയ്തില്ല, പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? ഒരെത്തും പിടിയും കിട്ടിയില്ല. പിന്നീട് നന്ദിനി മുറിയിലേക്ക് എന്നുമ്പോഴത്തേനും വിനായകൻ അവിടെ ഉണ്ടായിരുന്നു. നന്ദിനിയുടെ ആലോചന അടുപ്പിച്ചു, എന്താ ഈ കാര്യം? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. പിന്നെന്താ, അവളുണ്ടല്ലോ ആ വേദ, അവൾ പഠിച്ച കളിയാന്ന് പറയണ. പഠിച്ച കളിയോ? അതേനെ അവനും അതെ, അവർ രണ്ടുപേരും പ്രണയത്തിലാന്ന് പറയാ.
പ്രണയത്തിലോ? നീ എന്ത് കുന്തമൊക്കെ അടി പറയണെന്ന് ചോദിക്കാം. ഇന്നലെ വരെ നീയല്ലേ പറഞ്ഞേ അവര് ശത്രുക്കളാണ്, പിന്നെ എങ്ങനെ അവര് മിത്രങ്ങളാണെന്ന് ചോദിക്കുക. എല്ലാവരുടെ നാടകമാന്നേ. അവളും അവനും കൂടെ ചേർന്നിട്ട് ഇപ്പൊ അവര് ഒന്നാന്ന് പറയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ മിക്കവാറും ഒരു കുഞ്ഞിക്കാല് കാണും ഇവിടെ. നമ്മളെ കടത്തി വിട്ടു എന്ന് പറയാണ്. സത്യമാണോടി നീ പറയണേന്ന് ചോദിക്കും. കണ്ടോ? അല്ല അപ്പൊ അച്ഛനെ എതിർത്തോ? അച്ഛന്റെ അമ്മയുടെ എതിർപ്പൊക്കെ അവള് വകവെക്കുന്നൊന്നുമില്ല. അവളിപ്പോ ആണ്ടെ വിക്രത്തിന്റെ ഭാര്യ പദവി അലങ്കരിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ പുതിയ മരുമോളും കൂടെ ഈ വീട്ടിലേക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. വിനായകൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം അവര് തമ്മിൽ മാലയിട്ട വാർത്തകളൊക്കെ ന്യൂസിനകത്തൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് നേരെ ശങ്കരനാഥന്റെ അടുത്തേക്ക് എല്ലുവാണ്. അച്ഛനിവിടെ ഇരുന്നോ, മോളുടെ വിശേഷങ്ങളൊക്കെ ന്യൂസിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് പറയണ. ന്യൂസിനകത്തോ? ഇങ്ങോട്ട് വാ കാണിക്കാന്നും പറഞ്ഞോണ്ട് കൊണ്ടുവന്ന് കാണിക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ശങ്കരനാരായണൻ സഹിച്ചില്ല. എന്തൊക്കെയാണെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല. ഇപ്പൊ സമാധാനമായല്ലോ. ഇത്രയും ദിവസം വീട്ടുകാർ മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നാട്ടുകാരും കൂടെ അറിഞ്ഞു. ഇനിയിപ്പൊ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ? അവളെ പടിയടിച്ച് മിണ്ടം വെച്ചാ മതി, അതോ രക്ഷയുള്ളൂ. ഈ വീട്ടിൽ കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. എല്ലാം അവളും അവനും കൂടെ ഒത്തോണ്ട. എനിക്കിപ്പോ നല്ല സംശയമുണ്ട് അവനും അവളും തമ്മിൽ പ്രണയത്തിലാണോന്ന്. ഇത് കേട്ടോണ്ട് വർഷം എങ്ങോട്ട് വന്ന് എനിക്കും തോന്നുന്നുണ്ട് ദർശനെ ചതിക്കുമായിരുന്നോന്ന്. അല്ലെങ്കിൽ വേദ ഇതുപോലത്തെ പരിപാടി കാണിക്കത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്ത് സന്തോഷത്തോടെയാ വേദ അവിടെ നിൽക്കുന്നേന്നുള്ളേ. നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ചിട്ട് അവള് പോയിരിക്കുന്നേ. ഈ ചതിയുണ്ടല്ലോ ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. എനിക്ക് ദർശന്റെ മുഖം ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. പാവ എന്റെ ദർശൻ ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നേ എന്നൊക്കെ പറയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. സാവിത്രി മുത്തശ്ശി വന്നിട്ട് എന്താ കാര്യം ചോദിക്കാം. മുത്തശ്ശിക്ക് പിന്നെ വീട്ടിൽ കയറി ഇരുന്നാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. പുറത്തിറങ്ങാത്തോണ്ട് ഒരു കുഴപ്പമില്ല. മുത്തശ്ശിക്ക് ഇപ്പം മുത്തശ്ശിയുടെ കൊച്ചുമോള് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. എന്താ ഇതിനിപ്പോ സംഭവിച്ചെന്ന് ചോദിക്കാം. പിന്നീട് ടി വിക്കകത്ത് കണ്ട കാര്യങ്ങളൊക്കെ പറയണം. ഓ അതാണ് ആ കാര്യം. അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അവരൊന്നായിട്ട് കഴിയേണ്ടവരല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണ് പോലും. ഇന്നല്ലെങ്കിൽ നാളെ ബന്ധം പെറുത്തണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ കോപ്രായങ്ങള്. ഇനി അത് ജന്മത്തിൽ നടക്കുമെന്ന് തോന്നില്ല എന്ന് പറയണേ. എന്തിനാ ശ്രീകാന്തേ നീ അവരുടെ ബന്ധം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നേ? ഞാൻ ഭഗവാന്റെ മുന്നിൽ നിന്ന് താലി കെട്ടിയതല്ലേ അവർ രണ്ടുപേരും. അപ്പൊ അവര് ഒന്നായിട്ട് ജീവിക്കേണ്ടവരല്ലേ. നീ എന്തിനാ ആ ബന്ധം അർത്ഥം മുറിക്കാൻ ശ്രമിക്കണമെന്ന് ചോദിക്കാം. അർത്ഥം മുറിക്കാനായിട്ട് എനിക്ക് നാണക്കേടാ. എന്റെ അളിയനൊരു ഗുണ്ടയാന്ന് പറയാനായിട്ട്. ഏതെങ്കിലും നല്ല വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല. ഇതൊരു തുക്കടാച്ചി മാഷിന്റെ വീട്ടിലേക്ക് അവള് കേറിപ്പോയിരിക്കുന്നു. ജസ്റ്റ് ഈ ശങ്കരനാരായണന്റെ മോള്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാലോ. അതെ ശ്രീകാന്തേ, അതിലൊന്നും വലിയ കാര്യമില്ല. പണത്തിലും പ്രതാപത്തിലും ഒന്നും അല്ല കാര്യം. നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടണം. അത് മാത്രമാണ് എൻ്റെ സ്വപ്നം എന്ന് പറയാം. പിന്നെ കിട്ടും, നല്ല കിട്ടല് കിട്ടിയത് തന്നെയാ. ഒരു ഗുണ്ടേരെ കല്യാണം കഴിച്ചു പോയാൽ നല്ല ജീവിതമല്ല അവൾക്ക് കിട്ടാൻ പോകുന്നേ. 10 ദിവസം കഴിയട്ടെ, ജീവിതം തുടങ്ങട്ടെ. അവള് തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്ന കാണാം. അവസാനം ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നും പറഞ്ഞോണ്ട് മുത്തശ്ശീനും മറുപടി ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശിക്ക് ആ പാടെ വിഷമമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രമാത്രം ഇഷ്ടമാണ് മുത്തശ്ശിക്ക് വേദേനെ. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വീട്ടിലേക്ക് വരുവാണ്. മാഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ എവിടെ ഉണ്ടായിരുന്നു. വേദനെ കണ്ടതും മാഷ് മൈൻഡ് ചെയ്ത മുറിയിലേക്ക് കയറി ചെന്നുണ്ട്. കമലയോട് പറഞ്ഞു, അല്ല ഇനി എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക. എന്താ? അല്ല അവളിങ്ങോട്ട് കയറി വന്നല്ലോ, ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ മാഷേ? അവളെ മരുമകളായിട്ട് അംഗീകരിച്ചാൽ മതിയാവളെന്ന് പറയാം. എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അത് മാഷ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവള് പോകുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കാം. അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കുന്ന സമയം എല്ലാവരും ഫുഡ് കഴിക്കേണ്ട സമയത്ത് വേദയും കൂടെ ഫുഡ് കഴിക്കാൻ വരുവാണ്. ഈ സമയം മാഷ് ഇങ്ങനെ വേദനെ ഒന്ന് നോക്കി. മാഷ് പറഞ്ഞു, ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്നെ ആർക്കും അനുസരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് കമലയെ ചീത്ത പറയാണ്. കാരണം എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരാനോ അല്ലെ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് അനുമതിയൊന്നും ഇല്ലായിരുന്നു വേദയ്ക്ക്. അവിടുത്തെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വേദ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. വേദ പറഞ്ഞു, അതെ എനിക്കറിയാം, ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്നെ മരുമകളായിട്ട് മാഷ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. ഇവിടുത്തെ മരുമകളായിട്ട് വരുമ്പോൾ മാഷ് നല്ല വിളിക്കണ്ടേ, ഞാൻ എന്നെ അച്ചാന്നല്ലേ വിളിക്കണ്ടേ. ഇനി മുതൽ ഞാൻ അച്ചാന്നേ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. വിക്ര എന്നെയും കൂടെ തിരികെ കൂട്ടിക്കൊണ്ട് വന്നേ. ആ സമയം മുതൽ ഞാൻ വിക്രത്തിന്റെ ഭാര്യയാണ്, ഈ കുടുംബത്തിലെ മരുമകളാ. അപ്പൊ ശ്രീ ചേച്ചിക്കും നന്ദിനി ചേച്ചിക്കുള്ള അതേ അവകാശം തന്നെ എനിക്ക് ഈ കുടുംബത്തിലുണ്ട്. 4 ആള് കാണുകയാണ് വിക്രം ഇന്ന് എന്റെ കഴുത്തിന് മാലയിട്ടത് എന്നൊക്കെ പറയണം. മാഷ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇവള് ഒരു സൂത്രശാലിയാന്ന് മനസ്സിലായ വേദ ഇവളെ പെട്ടെന്ന് കീഴടക്കാനായിട്ടൊന്നും പറ്റില്ല. ഇവള് ബുദ്ധിയുള്ളവളാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇവള് പിടിച്ച ഭാഗം ജയിച്ച് ഇവള് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. മാഷിനൊന്നും പറയാൻ പറ്റാതെ മാഷും കൂടെ എനിക്ക് പോവാണ്. പിന്നീട് കമലയ്ക്ക് സന്തോഷമായി. കമൽ പറഞ്ഞ് മോളിരിക്കുക, ഞാൻ ഫുഡ് എടുത്തു തരാന്ന് പറയണം. അങ്ങനെ
ഫുഡ് എടുക്കുന്ന സമയത്ത് വേദ പറഞ്ഞു അമ്മ ഇരിക്കും നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറയണം. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുക. ഇത് കണ്ട് നന്ദിനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ വേദ വിക്രത്തിന്റെ മുറിയിലേക്ക് ചെന്നു. വിക്രത്തിന് അങ്ങോട്ട് സഹിച്ചില്ല. വിക്രം പറഞ്ഞു നീ എന്തിനാ ഈ മുറിയിലേക്ക് വന്നേ? നീ പുറത്തല്ലേ കിടന്നുകൊണ്ടിരുന്നേന്ന് ചോദിക്കാം. അതെ, ഇനി ഞാൻ അവിടെയല്ല, ഞാൻ ഈ മുറിയിലാ കിടക്കണമെന്ന് പറയും. ഇതേ മര്യാദയ്ക്ക് പൊക്കോളാൻ പറയണം. പിന്നെ അങ്ങനെ പോകാനെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയും. വിക്രത്തിന് മനസ്സിലായി ഒറ്റ നടക്കുന്ന ഇവള് പോകത്തില്ലാന്ന്. അവസാനം വേദ പറഞ്ഞു അതെ, ഞാൻ ഇവിടെ ഒരു പായം തലവനായിട്ട് ഇവിടെ കിടന്നോളാം, അല്ലാതെ നിങ്ങളുടെ കൂടെ ബെഡിൽ കിടക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറയാം. നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നോ അമ്മ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ കിടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ. ഇനി അധികം വൈകാതെ തന്നെ അവരൊന്നാവും. അവരുടെ റൊമാൻറ്റിക് സീൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ടുപേരും കൂടെ നല്ല രസമാണ് കോംബോയ അവരുടെ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.